പഴമയുടെയും നവീനതയുടെയും മനോഹാരിത കലരുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ് അൽസീഫ് ദുബായ്. ഹലോ ഗൈസ്, ഹെലൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് കേൾക്കുമ്പോൾ അധികം ആരും കേൾക്കാത്ത ഒരു പ്ലേസ് ആവുമല്ലേ അൽസീഫ് ദുബായ്. ദുബായിലെ ഹിഡൻ ജെം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഇതിനെ. ബുർജ് ഖലീഫയുടെയും ദുബായ് ഫ്രെയിമിൻ്റെയും മിറാക്കിൾ ഗാർഡൻ്റെയും അങ്ങനെ ഒരുപാട് ലോകവിസ്മയങ്ങളുടെ പുറകെ പോകുന്നത് കൊണ്ട് എല്ലാവരും പോകാൻ മറന്നു പോകുന്ന ഒരു പ്ലേസ്. ദുബായിലെ അൽസീഫിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ക്രീക്കിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ദുബായ് എന്ന നഗരത്തിൻ്റെ പഴമയെ വിളിച്ചു കാട്ടുന്ന ഒരു ഇടം കൂടിയാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും പഴയ കുടങ്ങളും കൈക്കോട്ടും എന്ന് വേണ്ട സഞ്ചാരികൾക്കൊരു പഴമയുടെ അനുഭവം നൽകുന്ന എല്ലാം ഉണ്ട് ഇവിടെ. ദുബായിയുടെ സമ്പന്നതയുടെ ചരിത്രവും പഴയ കച്ചവടങ്ങളും പരമ്പരാഗത അറേബ്യൻ ശൈലിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഏറ്റവും രസം ഇത് പണിത് തീർത്തത് 2017 പഴമയിലാണെങ്കിലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷോപ്പുകളൊക്കെ കൊണ്ടുവരാൻ അവർ മറന്നിട്ടില്ല കേട്ടോ. ഇവിടെ സ്റ്റാർബക്സും മോഡേൺ റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും എല്ലാം ഇതിൽ തന്നെയുണ്ട്. ഇതിന് ചുറ്റും കിടക്കുന്ന വെള്ളത്തിൽ ക്രീക്കിൻ്റെ മനോഹര ദൃശ്യം ആസ്വദിക്കാനുള്ള ബോട്ട് യാത്രകളും വെറും തുച്ഛമായ നിരക്കിലുണ്ട് കേട്ടോ. വ്യാപാരത്തിലാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെങ്കിലും പരമ്പരാഗത ബസാറുകളും ആധുനിക ട്രെൻഡിങ് ഷോപ്പുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വിവിധ പരിപാടികളും ഫെസ്റ്റിവലും എക്സിബിഷനുകളും എന്നിവയൊക്കെ നടത്തിപ്പോരുന്നുണ്ട്. ഈ അൽസീഫിലെത്താൻ ദുബായിൽ നിന്ന് മെട്രോ പിടിച്ചാൽ മതി. ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനുകളായ ബുർജ് ജുമാൻ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ അൽ ഫഹീദി മെട്രോ സ്റ്റേഷനൊക്കെയാണ്. സ്വന്തം വണ്ടിയിലോ ടാക്സിയിലോ ബസ്സിലോ വേണമെങ്കിലും ഇവിടെ എത്താവുന്നതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ബസാറായ ഇസ്താംബുളിലെ ഗ്രാൻഡ് ബസാറിൽ പോയപ്പോൾ കിട്ടാത്തതിലും ഒരു വലിയ പ്രത്യേകത, ഒരു സൗന്ദര്യം ഈ അൽസീഫ് ബസാറിലുണ്ടായിരുന്നു. അതിന് കാരണവും ഇതിൻ്റെ കെട്ടിട നിർമ്മാണം തന്നെയാണ് കേട്ടോ. പഴയകാല അറേബ്യൻ കെട്ടിടങ്ങളൊക്കെ ആക്കി കാണിക്കേണ്ടത് കൊണ്ട് തന്നെ ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗത മരക്കട്ടകളും കനാൽ പാതകളും ഒക്കെ ഇവിടെ കാണാം. പരമ്പരാഗത വസ്ത്രങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങളും വാങ്ങാൻ ദുബായിൽ അലയേണ്ട ആവശ്യമില്ല. വലിയ വില വ്യത്യാസമില്ലാതെ തന്നെ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് കേട്ടോ. അൽസീഫിൻ്റെ മറ്റേ അറ്റത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സമൃദ്ധമായ ഒരു പട്ടണം തന്നെയുണ്ട്. അവിടെ രാത്രിയിലെ ലൈറ്റിംഗ് ദൃശ്യങ്ങൾ കുറച്ചുകൂടി കളർഫുൾ ആക്കുന്നു. അവിടെ എത്താനുള്ള ബോട്ട് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുന്ന് തന്നെ പാരമ്പര്യ അംബേ ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് യാത്ര എടുക്കാം. ഇത് ദുബായിയുടെ പഴയകാല യാത്രാ രീതിയാണ്. അതല്ലെങ്കിൽ ദുബായിലെ വിവിധ സ്ഥലത്ത് നിന്ന് RTA ബസ് സർവീസുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത, ഒരുപാട് നമ്മളെ മടുപ്പിക്കാതെ ജസ്റ്റ് അവരുടെ സാധനം വിറ്റുപോകാൻ വേണ്ടി കൈകാട്ടി സ്വാഗതം ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റു സ്ഥലങ്ങളിലെ പോലെ നമ്മളെ ഒരുപാടൊന്നും കച്ചവടക്കാർ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നതാണ്. ബസാറിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും വെറുക്കുന്നത് ആ വിളിച്ചു കയറ്റലുകളായിരിക്കും അല്ലേ. ഇതൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരും തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനാൽ കച്ചവടക്കാർ ഹാപ്പിയാണ് ഇവിടെയും. കൂടുതൽ റെസ്റ്റോറൻറ്റുകൾക്കും കോഫി ഷോപ്പുകൾക്കും ഒക്കെയാണ് കച്ചവടം. ഇവിടെ വ്യാപാരത്തിനും ഭക്ഷണത്തിനും വിനോദത്തിനും ഒരുപോലെ അനുയോജ്യമായ പ്ലേസ് ആയതിനാൽ തന്നെ ഒറ്റയ്ക്കോ കുടുംബസമേതമോ വരാനോ ഒരു റൊമാൻറ്റിക് ഡിന്നറിന് വരാനോ നല്ലൊരു സ്ഥലമാണ്. ചുരുക്കം പറഞ്ഞാൽ ദുബായിൽ ഇത്രയും നല്ല ദൃശ്യഭംഗിയുള്ള വിനോദസഞ്ചാര കേന്ദ്രമില്ലെന്ന് തന്നെ പറയണം. ഇനി ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അൽസീഫ് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. നല്ലൊരു ലൊക്കേഷൻ തന്നെ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ അനുഭവം തേടുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് ഞാൻ ഉറപ്പ് നൽകാം.